ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വലിയ വറ്റയുടെ കഷ്ണങ്ങളാണ്. ഇതിന് നെയ്മീൻ പോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനുകളാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 പച്ചമുളക് വേണം, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം, പിന്നെ തേങ്ങാപ്പാൽ വേണം. ഒരു അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും ഇട്ട് അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മീൻകറിക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റാണ്. അതിലേക്ക് അല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ അതും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ മീൻകറി നമ്മൾ പുളിക്കായിട്ട് മാങ്ങയല്ല ഉപയോഗിക്കുന്ന, കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അത് കുതിർത്ത് വെച്ചിരുന്ന കുറച്ച് വെള്ളവും 2-3 കുടംപുളി കഷ്ണം കൂടെ അതിലിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും കൂടി ചേർക്കാം. ഈ പാലിൽ കിടന്ന് വേണം മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് ചുറ്റിച്ചൊക്കെ ഒന്ന് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒന്ന് വറ്റാനുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി മീനൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ എണ്ണ തെളിയുന്നവരെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. തവിയിട്ട് ഇളക്കരുത്, ഇങ്ങനെ ചുറ്റിക്കുന്നതാണ് എപ്പോഴും നല്ലത്. തവിയിട്ട് ഇളക്കി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. ഇപ്പോൾ അതേ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് അടച്ചു വയ്ക്കാം അല്പനേരം. ഈ മീൻകറി എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാവും തീർച്ച.